Question: which of the following is an example of an agricultural price support program? Options: A price ceiling. Option B, a price floor. Option C, equilibrium pricing. Option D, none of the above. ക്വസ്റ്റ്യനിൽ താഴെ തന്നിരിക്കുന്നവയിൽ അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ട് പ്രോഗ്രാമിനുള്ള ഉദാഹരണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫസ്റ്റ് എ പ്രൈസ് സീലിംഗ്. എ പ്രൈസ് സീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കുമ്പോഴുള്ള സിറ്റുവേഷനാണ് എ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രൈസ് മാർക്കറ്റിലെ ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലോ കുറവോ ആയിരിക്കുമ്പോഴുള്ള സിറ്റുവേഷനാണ് എ പ്രൈസ് സീലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എ പ്രൈസ് ഫ്ലോർ. പ്രൈസ് ഫ്ലോർ എന്ന് പറയുമ്പോൾ സാധാരണയായി വിൽക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നിയമപരമായ വിലയാണ്. വില വളരെ കുറയുന്നത് തടയാൻ ഇത് ഗവൺമെൻറ് ഉപയോഗിക്കുന്നതാണ്. അതായത് സാധാരണയായി വിൽക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നിയമപരമായ വിലയാണ് പ്രൈസ് ഫ്ലോർ എന്ന് പറയുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇക്വിലിബ്രിയം പ്രൈസിങ്. ഇക്വിലിബ്രിയം പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? It is the market price where the quantity of goods supplies is equal to the number of goods in demand. ചരക്കുകളുടെ വിതരണത്തിൻ്റെ അളവ് ഡിമാൻഡുള്ള വസ്തുക്കളുടെ എണ്ണത്തിന് തുല്യമായ മാർക്കറ്റ് വിലയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ചരക്കുകളുടെ വിതരണത്തിൻ്റെ അളവ് ഡിമാൻഡുള്ള വസ്തുക്കളുടെ എണ്ണത്തിന് തുല്യമായ മാർക്കറ്റ് വില, അതായത് where the quantity of goods supplies is equal to the number of goods in demand. Question: which of the following is an example of agriculture price support program? Options: A price ceiling, A price floor, equilibrium pricing, none of the above. Answer എന്താ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, എ പ്രൈസ് ഫ്ലോർ. പ്രൈസ് ഫ്ലോർ എന്താ നമ്മൾ പറഞ്ഞു? സാധാരണയായി വിൽക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ നിയമപരമായ വിലയാണ് എ പ്രൈസ് ഫ്ലോർ എന്ന് പറഞ്ഞത്. അപ്പോൾ അഗ്രികൾച്ചർ പ്രൈസ് സപ്പോർട്ട് പ്രോഗ്രാം എന്തിന് ഉദാഹരണമാണ്? എ പ്രൈസ് ഫ്ലോർ. ക്വസ്റ്റ്യൻ: what does the law of demand mean? Options: A, as the quantity demanded rises, the price rises. Option B, as the price rises, the quantity demanded rises. Option C, as price rises, the quantity demanded falls. Option D, as the supply rises, the demand rises. നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുതലാണെങ്കിൽ കുറഞ്ഞ ഡിമാൻഡാണെന്ന്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ ഏതാണ് വരുന്നത് ആൻസർ? ഓപ്ഷൻ എ പറയുന്നത് ആസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസസ് ദ പ്രൈസ് റൈസസ്. ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസ് ചെയ്യുമ്പോൾ പ്രൈസ് റൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് റൈസ് ചെയ്യുന്നു. അതുപോലെ മൂന്നാമത് പറയുന്നത് പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. നാലാമത് പറയുന്നത് സപ്ലൈ റൈസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് റൈസ് ചെയ്യുന്നു. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ പ്രൈസ് റൈസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോൾസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി, ആസ് പ്രൈസ് റൈസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫാൾസ്. സാധനങ്ങളുടെ വില കൂടുതലാണെങ്കിൽ കുറഞ്ഞ ഡിമാൻഡാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഗോൾ ഓഫ് എ പ്യുവർ മാർക്കറ്റ് ഇക്കണോമി ഈസ് ടു മീറ്റ് ദ ഡിസയർ ഓഫ് ഡാഷ്. പ്യുവർ മാർക്കറ്റ് എക്കണോമിയുടെ ലക്ഷ്യം എന്നത് ആരുടെ ആഗ്രഹം നിറവേറ്റുക എന്നതാണ്? ഓപ്ഷൻസ്: കൺസ്യൂമേഴ്സ്. ഓപ്ഷൻ ബി, കമ്പനീസ്. ഓപ്ഷൻ സി, വർക്കേഴ്സ്. ഓപ്ഷൻ ഡി, ഗവൺമെൻറ്. ആൻസർ ഓപ്ഷൻ എ, കൺസ്യൂമേഴ്സ്. പ്യുവർ മാർക്കറ്റ് ഇക്കണോമിയുടെ ലക്ഷ്യം എന്നത് കൺസ്യൂമറുടെ ആഗ്രഹം നിറവേറ്റുക എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: what does capitalism refer to? Options: A, the use of market. Option B, government ownership of capital. Option C, private ownership of capital goods. Option D, private ownership of homes and cars. What does capitalism refer to? Option A, the use of market. മാർക്കറ്റിൻ്റെ ഉപയോഗം. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ. മൂലധനത്തിൻ്റെ ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ. മൂന്നാമത്തെ പറഞ്ഞിരിക്കുക പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. മൂലധന വസ്തുക്കളുടെ സ്വകാര്യ ഉടമസ്ഥത. നാലാമത് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഹോംസ് ആൻഡ് കാർസ്. വീടുകളുടെയും കാറുകളുടെയും സ്വകാര്യ ഉടമസ്ഥത, പ്രൈവറ്റ് ഓണർഷിപ്പ്. ആദ്യം എന്താ ക്യാപിറ്റലിസം എന്ന് നോക്കാം. ക്യാപിറ്റലിസം എന്നത് ഒരു ഇക്കണോമിക് സിസ്റ്റമാണ്.
ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്ത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അത് ഫോക്കസ് ചെയ്യുന്നത് ഫ്രീ മാർക്കറ്റാണ്. എന്തിനു വേണ്ടി? ടു ഡിറ്റർമിൻ മോസ്റ്റ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് സെറ്റ് പ്രൈസസ്. വിതരണത്തെയും ആവശ്യത്തെയും അടിസ്ഥാനമാക്കി വില നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് സിസ്റ്റമാണ് ദാറ്റ് ഫോക്കസസ് ഓൺ എ ഫ്രീ മാർക്കറ്റ് ടു ഡിറ്റർമിൻ മോസ്റ്റ് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് സെറ്റ്സ് പ്രൈസ്. സെറ്റ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വിതരണത്തെയും അതിൻ്റെ ആവശ്യത്തെയും അടിസ്ഥാനമാക്കി വില നിശ്ചയിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത നിലനിൽക്കുന്നതും അവ ലാഭാധിഷ്ഠിതമായി ഉപയോഗിക്കുന്നതുമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. സോഷ്യലിസം എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ്, ക്യാപിറ്റലിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സോഷ്യലിസം പറയുന്നത്. അവിടെ ദർ ഈസ് നോ ഫ്രീ മാർക്കറ്റ്. ക്യാപിറ്റലിസത്തിൽ ഫ്രീ മാർക്കറ്റാണുള്ളത്, പക്ഷേ സോഷ്യലിസത്തിൽ നോ ഫ്രീ മാർക്കറ്റാണ്. അതുപോലെ സോഷ്യലിസത്തിൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സെൻട്രൽ ബോഡിയാണ്. പക്ഷേ ക്യാപിറ്റലിസത്തിൽ അത് പ്രൈവറ്റ് ഓണർഷിപ്പാണ്, ഇതിൽ സെൻട്രൽ ബോഡിയാണ്. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ഉടമസ്ഥ നിലനിൽക്കുന്ന ഒരു ലാഭാധിഷ്ഠിതമായി ഉപയോഗിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ക്യാപിറ്റലിസം റെഫർ ടു? ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ദ യൂസ് ഓഫ് മാർക്കറ്റ്, ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഹോംസ് ആൻഡ് കാർസ്. ആൻസർ ഓപ്ഷൻ സി, പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഇക്കണോമിക് പ്രോബ്ലം ഫേസ്ഡ് ബൈ ദി സൊസൈറ്റി? ഓപ്ഷൻസ് എ അൺഎംപ്ലോയ്മെൻറ്റ്, ഓപ്ഷൻ ബി ഇനീക്വാലിറ്റി, ഓപ്ഷൻ സി പോവർട്ടി, ഓപ്ഷൻ ഡി സ്കേഴ്സിറ്റി. ആൻസർ ഓപ്ഷൻ ഡി സ്കേഴ്സിറ്റി. Question, what do you mean by the supply of goods? Options A, stock available for sale. Option B, total stock in the warehouse. Option C, the actual production of the goods. Option D, quantity of the goods offered for sale at a particular price per unit of time. Supply of goods എന്ന് പറയുമ്പോൾ quantity of the goods offered for sale at a particular price per unit of time എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി, quantity of the goods offered for sale at a particular price per unit of time.